ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കഴിഞ്ഞ 5 വർഷത്തെ ഇടതുഭരണം കേരളത്തിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണക്കടത്തും അഴിമതിയും അക്രമ രാഷ്ട്രീയവും നിറഞ്ഞു നിന്ന ഇടതുഭരണം കേരളത്തിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കഴിഞ്ഞ 5 കൊല്ലം കേരളത്തിന്റെ ഒരു കറുത്ത അധ്യായമാണ്. വികസനമില്ല, കടബാധ്യത ഇരട്ടിയിലധികം വർദ്ധിച്ചിരിക്കുന്നു. 108%. നമ്മുടെ കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും പരാതികളും കുറ്റപ്പെടുത്തലുകളും എല്ലാം വന്നിരിക്കുന്നു. അത് നമുക്ക് കേരളത്തിന് അർഹമായിട്ടുള്ളതാണോ? സ്വർണ്ണക്കടത്തും ഡോളർക്കടത്തും അഴിമതിയും പിന്നെ കേന്ദ്ര ഏജൻസികൾ മുഴുവൻ കേരള ഗവൺമെന്റിന്റെ ഏജൻസികളെല്ലാം എല്ലാം കേരളം ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. വികസനമില്ല, കടബാധ്യത മാത്രമാണ് കൈമുതലായുള്ളത്. സമാധാനപരമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും CPM കൊലപാതക രാഷ്ട്രീയം നടപ്പിലാക്കുകയാണെന്നും പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് കോടികളാണ് ചെലവഴിച്ചതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. അധികാരം വിട്ടു പോകുന്ന സമയത്ത് എന്താണോ അവരെ ഏൽപ്പിച്ചത് അത് അതേപടി ഭദ്രമായിട്ട് പുരാവസ്തു സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മലയാളം യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നിരവധി വികസന കാര്യങ്ങൾ, ഹൈവേ ഉണ്ട്, വിവിധ റോഡുകളുണ്ട്. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ അവർ വളരെ പിന്നോക്കമാണ്. ഞാൻ പലവട്ടം പല പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി തിരൂര് ആ സമയത്ത് വന്നിട്ടുണ്ട്. 19 പ്രാവശ്യം, എനിക്ക് എണ്ണം ശരിയറിയില്ല, 19 പ്രാവശ്യമാണ്. പക്ഷേ ഇടതുമുന്നണിക്ക് എപ്പോഴും അവർക്ക് പാർട്ടിയുടെയും പാർട്ടിക്കാരുടെയും സ്വന്തക്കാരുടെയും കാര്യത്തിനപ്പുറത്ത് നാടിന്റെയോ ജനങ്ങളുടെയോ പ്രശ്നങ്ങൾക്ക് അവർക്ക് താല്പര്യമില്ല. വെട്ടത്ത് തിരൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെട്ടം പരിയാപുരത്ത് നടന്ന പൊതുയോഗത്തിൽ UDF തിരൂർ മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് K പത്മകുമാർ അധ്യക്ഷനായിരുന്നു. വെട്ടം ആലിക്കോയ ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ, PFT കറുദ്ദീൻ, VA ലത്തീഫ്, CP മുഹമ്മദ് അലി, യാസിർ പൊട്ടച്ചോല തുടങ്ങിയവർ സംസാരിച്ചു.